ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് അവർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ വാർത്ത വരുന്നു. ഈ വാർത്ത വരുന്നത് കാശ്മീരിൽ നിന്നാണ്. ജമ്മു കാശ്മീരിലെ അനന്തനാഗ് മാധ്യമങ്ങളിൽ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ വാർത്തകൾ വരും. കാരണം ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു പറുദീസ എന്ന് തന്നെ ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇടം കൂടിയാണ് അനന്തനാഗ്. കാശ്മീരിൽ നമുക്കറിയാം ഹൈന്ദവ ക്രൈസ്തവ ദേവാലയങ്ങൾ ഉൾപ്പെടെ തകർത്തെറിഞ്ഞുകൊണ്ട് മതമൗലികവാദികൾ അഴിഞ്ഞാടിയ ഇടമാണ്. അങ്ങനെ തകർത്തെറിയപ്പെട്ട അനന്തനാഗിലെ മാർത്തണ്ഡായ സൂര്യക്ഷേത്രം പുനരുദ്ധരിക്കാൻ തീരുമാനമായിരിക്കുന്നു. 1700 വർഷം മുമ്പ് അധിനിവേശ ശക്തികൾ തകർത്തെറിഞ്ഞ മാർക്കണ്ഡേയ ക്ഷേത്രം, അതിനോടനുബന്ധിക്കപ്പെട്ട 84 ചെറുക്ഷേത്രങ്ങൾ, ആ ചെറുക്ഷേത്രങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായാലും മാർത്തണ്ഡ സൂര്യക്ഷേത്രം പുനരുദ്ധരിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായിട്ട് ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചക്രവർത്തി ലളിതാദിത്യ മുക്തയുടെ ഒരു വലിയ പ്രതിമയും ഈ ക്ഷേത്രത്തിന് അടുത്ത് തന്നെ സ്ഥാപിക്കും. കാശ്മീരിലെ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ഒപ്പം തന്നെ ഈ ഹൈന്ദവ സമൂഹം കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടൊരു ക്ഷേത്രമാണ്. ഏതായാലും ഈ കാശ്മീരിലുള്ള എല്ലാ പുരാതനമായ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും പുനരുദ്ധരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. ഏതായാലും കേന്ദ്ര സർക്കാർ വാക്കുപാലിച്ചിരിക്കുന്നു. ഹൈന്ദവ സമൂഹത്തിന് വലിയ ആവേശവും അഭിമാനവും സന്തോഷവും പകരുന്ന ഒരു വാർത്ത തന്നെയാണ് അനന്തനാഗിലെ മാർത്തണ്ഡേയ സൂര്യക്ഷേത്രം. ന്യൂസ് ഡെസ്ക് മലയാളം.